ചാനലിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന പ്രായമായവർക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും തുടങ്ങിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുള്ളത്. വളരെ നിർണായകമായ ഒരു അറിയിപ്പാണിത്. 1600 രൂപ ലഭിക്കുന്നതിൽ നിന്നും 100 രൂപ കൂട്ടി വർദ്ധിപ്പിച്ച് 1700 രൂപയിലേക്ക് ഉയർത്തുമെന്നതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെയുമെല്ലാം അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം അവയെല്ലാം പരിഗണിച്ചായിരിക്കും തുകയിൽ വർധനവ് ഉണ്ടാവുക. സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് 2500 രൂപ വരെ പെൻഷൻ തുക ഉയർത്തുമെന്നുള്ളത് കൂടി അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഒരു വർധനവും വരുത്തുവാൻ സാധിച്ചില്ല. എന്നാൽ 100 രൂപയുടെ വർധനവ് ഉടൻ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ്. 1700 രൂപയാവുമ്പോൾ ആളുകൾക്ക് ഇപ്പോഴുള്ളതിൽ കൂടുതൽ സഹായകരമാവും. ഇനിയും സർക്കാർ പറഞ്ഞതു പ്രകാരം ഏതെങ്കിലും തരത്തിൽ രേഖ ഹാജരാക്കാനുണ്ടെങ്കിൽ ഉടൻ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിക്കുക. പുതുതായി ക്ഷേമ പെൻഷൻ വാങ്ങാൻ അർഹതയുള്ള 60 വയസ്സ് തികഞ്ഞവർക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. സർക്കാർ നിർദ്ദേശപ്രകാരം പെൻഷൻ മാനദണ്ഡങ്ങൾക്കനുസൃതമായി 2000 സ്ക്വയർ മീറ്റർ വിസ്തീർണമില്ലാത്തതും വാർഷിക വരുമാനം 1 ലക്ഷത്തിന് താഴെയാണെങ്കിലും 2 ഏക്കറിന് മുകളിൽ ഭൂമിയില്ലാത്തവർക്കും സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്തവർക്കും പുതിയ അപേക്ഷ നൽകുവാൻ സാധിക്കും. APL BPL വ്യത്യാസമില്ലാതെയാണ് അപേക്ഷ സ്വീകരിക്കുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇ-കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക.